മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വാക്യം പറയുന്നു, അവൻ അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ഈ പുതിയ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങളോട് പറയുന്നു, വലിയ ശാന്തത നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകാനായി പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇളകി മറഞ്ഞു വന്നതായ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ കർത്താവ് ശാന്തമാക്കാൻ പോകുന്നു. ദൈവശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയാം, കർത്താവ് ഉണ്ടായിരുന്ന പടക് എത്ര വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാലും തകരാതിരുന്നെങ്കിൽ, ഈ സമയം ദൈവവചനം നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ തകർന്നു പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശാന്തത ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ഭാരപ്പെട്ട് നിൽക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന, ഭയപ്പെടുന്ന ആ വിഷയത്തെ ഈ സമയം വലിയ ശാന്തത ആ വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് കൽപ്പിക്കുക. ഈ പുതിയ മാസത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനായി പോകുന്നു. 2026 വാഗ്ദത്തം പോലെ പ്രവൃത്തിയുടെ വർഷം. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിൻ്റെ ജീവിതത്തിൽ വലിയ ശാന്തത വെളിപ്പെടുകയാണ്. ആകയാൽ ഈ ഫെബ്രുവരി മാസം, ഈ പുതിയ മാസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യേശുവിനോടുകൂടെ, കർത്താവിനോടുകൂടെ ആ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ കർത്താവ് നിങ്ങൾക്ക് ബലം നൽകും. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പറയാം, നിങ്ങൾ തളർന്നു പോകത്തില്ല. ഏത് വിഷയമാണോ നിങ്ങളെ വെല്ലുവിളിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മീതെ ജയോത്സവമായി നിങ്ങളെ നിർത്തുന്ന ഒരു മാസമായിരിക്കും ഈ മാസം. അസാധാരണമായ വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായി പോകുന്നു. ഇതുവരെ നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ ചെയ്യുവാനായി പോകുന്നു. പരിഹാരമില്ലാത്ത വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൽ നിന്നുള്ള പരിഹാരം നിങ്ങൾക്കുണ്ടാകാനായി പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സ്വരം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ മാസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടട്ടെ. യേശുവെ, അങ്ങയുടെ നാമം പറഞ്ഞ് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില വഴികൾ തുറക്കട്ടെ. അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ചില ഞെരുക്കങ്ങളിൽ നിന്ന് നിൻ്റെ മക്കൾ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാറ്റെ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് കൽപ്പിച്ച ആ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ചില ഡോറുകൾ ഇന്ന് ഈ സമയം തന്നെ തുറന്നു വരുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്ക് കാരണമാക്കും. കർത്താവ്, ഈ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം, അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ 2026 2-ാം മാസം ജയോത്സവമായി നടത്താൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ ആയിരിക്കാം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.